ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്രമേത്? ആലം ആര, കുർബാനി, ഹരിശ്ചന്ദ്ര, ഷാലിമാർ. ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്രമായി പരിഗണിക്കുന്നത് ഹരിശ്ചന്ദ്രയാണ്. ആയുർവേദത്തിലെ രത്നം എന്നറിയപ്പെടുന്ന ഔഷധമേത്? നെല്ലിക്ക, ഏലക്ക, മഞ്ഞൾ, ഗ്രാമ്പൂ. ആയുർവേദത്തിലെ രത്നം എന്നറിയപ്പെടുന്ന ഔഷധമാണ് നെല്ലിക്ക. മാതൃദിനമായി ആചരിക്കുന്നതെന്ന്? നവംബർ 19, ഡിസംബർ 10, ഓഗസ്റ്റ് 6, ഒക്ടോബർ 2. അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത് നവംബർ 19 ശരിയായ ഉത്തരം. സമ്മതിദാനം രേഖപ്പെടുത്തുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറയ്ക്കാനുള്ള നിയമ ഭേദഗതി നിലവിൽ വന്ന വർഷമേത്? 1980, 1982, 1987, 1989 ശരിയായ ഉത്തരം. ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി സർവീസ് ആരംഭിച്ച ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി പ്രഭു, വെല്ലസ്ലി പ്രഭു, ചന്ദ്രഗുപ്ത മൗര്യൻ, വില്യം ബെൻറിക്. ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി സർവീസ് ആരംഭിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാകുന്നതിന് വേണ്ട പ്രായം എത്ര? 28 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്, 50 വയസ്സ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാകുന്നതിന് വേണ്ട പ്രായം 35 വയസ്സാണ് ശരിയായ ഉത്തരം. ഓംബുഡ്സ്മാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത്, വ്യവസായം, ബാങ്ക്, തപാൽ. ഓംബുഡ്സ്മാൻ എന്ന പദം ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സരയൂ നദി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആസാം, ബീഹാർ. സരയൂ നദി ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ സമയം എത്ര? 3 മുതൽ 5 മിനിറ്റ് വരെ, 3 മുതൽ 6 മിനിറ്റ് വരെയാണ് ശരിയായ ഉത്തരം. ചെമ്മീൻ എന്ന പ്രശസ്ത മലയാള സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചതാര്? ഇളയരാജ, സലിൽ ചൗധരി, എം വാസുദേവൻ, എം.എസ്. ബാബുരാജ്. ചെമ്മീൻ എന്ന പ്രശസ്ത മലയാള സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് സലിൽ ചൗധരിയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാം മതത്തിനു മുമ്പുണ്ടായിരുന്ന മതം? ബുദ്ധമതം, ജൈനമതം, ഹിന്ദുമതം, പാർസി മതം. അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാം മതത്തിനു മുമ്പുണ്ടായിരുന്ന മതമാണ് പാർസി മതം. സസ്യങ്ങളിൽ സൗരോർജം ശേഖരിക്കപ്പെടുന്നത് എങ്ങനെ? മീസോഫിൽ, ക്ലോറോഫിൽ, കോളൻ കൈമ, പാരൻ കൈമ. സസ്യങ്ങളിൽ സൗരോർജം ശേഖരിക്കപ്പെടുന്നത് ക്ലോറോഫിൽ മുഖേനയാണ്. ടൈഫോയിഡിന് കാരണം എന്ത്? ജലമലിനീകരണം, വായുമലിനീകരണം, ഭക്ഷ്യവിഷബാധ ഇവയൊന്നുമല്ല. ടൈഫോയിഡ് എന്ന രോഗത്തിന് കാരണം ജലമലിനീകരണമാണ്. ആൽക്കഹോളിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രവർത്തനം ഏത് രാസവസ്തുവിൻ്റെ പ്രവർത്തനത്തിന് വിധേയമാണ്? വിഭജനം, ഈസ്റ്റ്, ഓക്സിജൻ, താപം. ആൽക്കഹോളിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രവർത്തനം ഈസ്റ്റ് എന്ന രാസവസ്തുവിൻ്റെ പ്രവർത്തനമാണ്. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പേര്? ധ്രുവ, അപ്സര, സെർലൈൻ, സൈറസ്. അപ്സരയാണ് ശരിയായ ഉത്തരം. കേരള ഗവർണറായ ആദ്യത്തെ വനിതയാര്? ജ്യോതി വെങ്കിടാചലം, രാംദുലാരി സിൻഹ, ഫാത്തിമ ബീബി, പ്രതിഭ പട്ടീൽ. കേരള ഗവർണറായ ആദ്യ വനിത രാംദുലാരി സിൻഹയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഇടുക്കി, ശിവസമുദ്രം, ദാമോദർ വാലി, ഹിരാക്കുഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായി കണക്കാക്കുന്നത് ശിവസമുദ്രമാണ്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം? 1953, 1853, 1753, 1885. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിരക്ഷരരുള്ള സംസ്ഥാനം? ബീഹാർ, ഉത്തർപ്രദേശ്, സിക്കിം, ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിരക്ഷരരുള്ള സംസ്ഥാനമാണ് ബീഹാർ.
ഒരു ടോർച്ച് സെല്ലിൻ്റെ വോൾട്ടത എത്ര? 1.5, 1.2, 1.1, 2.5. ഒരു ടോർച്ച് സെല്ലിൻ്റെ വോൾട്ടത എന്ന് പറയുന്നത് 1.5 ശരിയായ ഉത്തരം. ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചതാര്? വില്യം ഐന്തോവൻ, വില്യം നാർവി, റിനി ലൈനിക്, ജോസഫ് ലിസ്റ്റർ. ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം ഐന്തോവൻ. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം? മലേറിയ, കുഷ്ഠം, ക്ഷയം, പ്ലേഗ്. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് ക്ഷയം. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? വൈലോപ്പിള്ളി, ചെറുശ്ശേരി, ബഷീർ, പൂന്താനം. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി ആണ്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊച്ചി, പീച്ചി, ഇടുക്കി, മറയൂർ. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ആദി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെ? ശൂരനാട്, ചെങ്ങറ, മയ്യഴി, കാലടി. ആദി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടിയാണ് ശരിയായ ഉത്തരം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമേത്? ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ, സിൽവർ. നമ്മുടെ പ്രപഞ്ചത്തിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമെന്ന് പറയുന്നത് ഹൈഡ്രജനെയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ? മീററ്റ്, മിർസാപൂർ, അലഹബാദ്, വാരണാസി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് മിർസാപൂരാണ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാവേരിയുടെ പോഷക നദി ഏത്? കബനി, ഭവാനി, പാമ്പാർ, നെയ്യാർ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാവേരിയുടെ പോഷക നദി കബനി നദിയാണ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ, ജമ്മു കാശ്മീർ, ചണ്ഡീഗഡ്, ഹരിയാന. പശ്ചിമ ബംഗാളാണ് ശരിയായ ഉത്തരം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പൗരാവകാശങ്ങളുടെ എണ്ണം എത്ര? 7, 6, 5, 4. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പൗരാവകാശങ്ങളുടെ എണ്ണം 5 ശരിയായ ഉത്തരം. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകനാര്? ഗാന്ധിജി, നെഹ്റു, തിലകൻ, ഗോഖലെ. ഇന്ത്യൻ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകനായി കണക്കാക്കുന്നത് ഗാന്ധിജിയെയാണ്. സിലോൺ ശ്രീലങ്ക എന്ന് നാമകരണം ചെയ്യപ്പെട്ടതെന്ന്? 1972 മെയ്യിൽ, 1975 ജൂണിൽ, 1970 മാർച്ചിൽ, 1950 സെപ്റ്റംബർ. 1972 മെയ് ആണ് ശരിയായ ഉത്തരം. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന രാജ്യം? ബ്രസീൽ, കാനഡ, USA, കംബോഡിയ. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന രാജ്യമാണ് കംബോഡിയ. കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിമാരെ നിയമിക്കുന്നതാര്? പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിമാരെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദം രാഷ്ട്രപതിക്കാണ്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷമേത്? 1729, 1750, 1758, 1764. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷമായി കണക്കാക്കുന്നത് 1750. ആൽഫ എന്ന നക്ഷത്രം അറിയപ്പെടുന്നത് എങ്ങനെ? ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം, ഏറ്റവും തിളക്കമുള്ള സൂര്യൻ, സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം, ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം എന്നതാണ് ശരി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമേത്? എവറസ്റ്റ്, നന്ദാദേവി, കാഞ്ചൻജംഗ, ഗോഡ്വിൻ ആസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായി കണക്കാക്കുന്നത് ഗോഡ്വിൻ ആസ്റ്റിനെയാണ്.
ഓട്ടംതുള്ളലിൽ ഉപയോഗിച്ചു കാണുന്ന വൃത്തമേത്? കല്യാണി, തരംഗിണി, ഊനതരംഗിണി, ശാർദൂല വിക്രീഡിതം. ഓട്ടംതുള്ളലിൽ ഉപയോഗിച്ചു കാണുന്ന വൃത്തം ശാർദൂല വിക്രീഡിതം. തരംഗിണി വൃത്തമാണ്. ശബ്ദം കൊണ്ടും അർത്ഥം കൊണ്ടും കവിതയിൽ വരുന്ന ഭംഗിയെ പറയുന്ന പേര്? വൃത്തം, അലങ്കാരം, ഉപമ, ഉൽപ്രേക്ഷ. ശബ്ദം കൊണ്ടും അർത്ഥം കൊണ്ടും കവിതയിൽ വരുന്ന ഭംഗിയെ പറയുന്ന പേരാണ് അലങ്കാരം. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആര്? ലിയോ ടോൾസ്റ്റോയി, സ്റ്റാൻലി മാർക്കോസ്, ലീനസ് പൗവാർ. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകനാണ് ലിയോ ടോൾസ്റ്റോയി. ISRO സ്ഥാപിതമായതെന്ന്? 1969 ഓഗസ്റ്റ് 15, 1959 നവംബർ 7, 1962 സെപ്റ്റംബർ 10, 1972 ജൂലൈ 10. 1959 നവംബർ 7 ശരിയായ ഉത്തരം. ഏതു സമരവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം, പുന്നപ്ര വയലാർ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് സ്ഥാപനം കേസ് ഉണ്ടായത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. കാശ്മീരിനെ ഇന്ത്യയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി ആര്? അക്ബർ, ബാബർ, ബീർബൽ, ജഹാംഗീർ. കാശ്മീരിനെ ഇന്ത്യയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തിയായിരുന്നു ജഹാംഗീർ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ വേദിയായ നഗരമേത്? ഡൽഹി, കൊൽക്കത്ത, കൊച്ചി, തിരുവനന്തപുരം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ വേദിയായ നഗരമാണ് കൊൽക്കത്ത. ദക്ഷിണ ഭൂട്ടാനെയും ഇന്ത്യയെയും വേർതിരിക്കുന്ന ഹിമാലയത്തിൻ്റെ കീഴ്ഭാഗത്തായി തിരിയുന്ന നദി ഏത്? മനാസ്, നർമ്മദ, സത്ലജ്, ഗൂഗ്ലി. ദക്ഷിണ ഭൂട്ടാനെയും ഇന്ത്യയെയും വേർതിരിക്കുന്ന ഹിമാലയത്തിൻ്റെ കീഴ്ഭാഗത്തായി തിരിയുന്ന നദി മനാസ് നദിയാണ്. കേരള സഞ്ചാരി, ഭാരതവിലാസം എന്നീ പത്രങ്ങൾ ആരംഭിച്ച സ്ഥലമേത്? കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം. കേരള സഞ്ചാരി, ഭാരതവിലാസം എന്നീ പത്രങ്ങൾ ആരംഭിച്ച സ്ഥലം കോഴിക്കോടാണ്. ഐക്യരാഷ്ട്രസഭ 1971 പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ടോക്കിയോ, തായ്വാൻ, മ്യാൻമാർ, ഇന്തോനേഷ്യ. ഐക്യരാഷ്ട്രസഭ 1971 പുറത്തിറക്കിയ രാജ്യമാണ് തായ്വാൻ. പശ്ചിമ സമതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? മലബാർ തീരം, കോറമണ്ടൽ തീരം, കൊങ്കൺ തീരം, സിർക്കാർ തീരം. പശ്ചിമ സമതലത്തിൻ്റെ മധ്യഭാഗം അറിയപ്പെടുന്നത് മലബാർ തീരം എന്ന പേരിലാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാര്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കർ, പ്രധാനമന്ത്രി. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. സ്ത്രീകൾക്ക് ലൈംഗിക സന്തോഷം അനുഭവിക്കാൻ പ്രധാനമായും വേണ്ടത്? തുറന്ന സംസാരം, ശാന്തമായ അന്തരീക്ഷം, നല്ല പങ്കാളി ഇവയെല്ലാം. സ്ത്രീകൾക്ക് ലൈംഗിക സന്തോഷം അനുഭവിക്കാൻ പ്രധാനമായും വേണ്ടത് ഇപ്പറഞ്ഞവയെല്ലാമാണ്.